മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധാരയിൽ. ദൈവത്തിന്റെ കരങ്ങളിൽ നീ നിന്നെ തന്നെ കൊടുക്കുക. തന്റെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. തിരുവചനം പറയുന്നു, നിന്റെ കുടുംബം സ്വർഗ സമാധാനമായി തീരും. സ്വർഗം കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കും. നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യ, നിന്റെ മക്കള് ഏതുപോലെ ആയിരിക്കും സമാധാനം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്ന മക്കളായി അവർ മാറും. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇന്ന് വരുന്നു. എനിക്കൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. എനിക്കും ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കുടുംബ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയായിക്കൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത്, അബ്രാഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? എൻ്റെ ദൈവം അബ്രാഹാമിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, അബ്രാഹാമിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ മുകളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് അബ്രാഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞത്. അത് ഇന്ന് അനേകം ക്രിസ്ത്യാനികളാണ്. എന്നാൽ ജീവിതത്തിൽ ദുഃഖവും ദുരന്തവും കണ്ണുനീരും നെടുവീർപ്പുമാണ്. അവൻ എന്നും ചൊറിയും ചരങ്ങുമാണ്. അവന് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് സമാധാനമായി ഭാര്യയുടെ അടുത്തിരുന്ന് വർത്താനം പറയാനോ മക്കളുടെ അടുത്തിരുന്ന് സന്തോഷിക്കാനോ അവന് കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? അവൻ എന്നും അസ്വസ്ഥത കൊണ്ട് അവന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, വചനം അനുസരിച്ച് ജീവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വചനം കേൾക്കാനുള്ളതല്ല, വചനം വായിക്കാനുള്ളതല്ല, അത് പാലിക്കാനുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനം യോഹന്നാൻ സുവിശേഷം പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ്. യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ അനുസരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ദൈവിക സമാധാനം അവന്റെ ഹൃദയത്തിലേക്ക് വരും. ദൈവിക സമാധാനം അവന്റെ കുടുംബത്തിലേക്ക് വരും. അവനും അവന്റെ ഭാര്യ അയൽവക്കത്ത് പിടിച്ചില്ലാണ്, അവിടെ സമാധാനമായിരിക്കും. അവിടെ ഇന്ന് പല കുടുംബങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ, പ്രിയമുള്ള, സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ കേൾക്കണം, 2 പൂച്ചേനെ തമ്മിൽ വാലയെ കെട്ടി കൂട്ടിക്കെട്ടി അയലയിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അമ്മാമ മാന്തി പറിക്കും. ഭാര്യയും ഭർത്താവും പലപ്പോഴും അങ്ങനെയാണ്. അയൽപക്കക്കാരും തമ്മിൽ അങ്ങനെയാണ്.